ഹേയ് ഗൈസ് വാട്സപ്പ് എല്ലാ മനുഷ്യർക്കും ബ്രോയ്ക്ക് കേട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ സ്വന്തം ഗ്യാങ്സ്റ്റർ വികാസം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് വീഡിയോക്ക് വേണേൽ ഏതെങ്കിലും കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് എത്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ അധികം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ സ്ഥലവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് മിക്കവാറും നമുക്ക് അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോകണം. പിന്നെ ഒരു മെയിൻ സംഭവം കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, വെയിറ്റ് ചെയ്യേ ഗൈസ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാം. ഓക്കെ, നമ്മൾ ഈ ഒരു സിറ്റിയിൽ ഒരു പുതിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകണം ഗൈസ്. അത് എവിടെയാണെന്നൊക്കെ വെച്ചാൽ നമ്മൾ സെറ്റാക്കി വരുന്നയാളും അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ള ഗൈസ്. ഇന്നത്തെ ഈ വീഡിയോ തന്നെ ഉണ്ടാകും, നമ്മളൊരു കിടുക്കാച്ചി ഹോട്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകണം. അതിനായിട്ട് നമുക്ക് റൂം റെൻറ്റിന് എടുക്കണം. കുറേ അധികം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വെറും റൂം എടുത്ത് പിന്നെ സാധനങ്ങളൊന്നും കയറ്റുന്നതല്ല. ബട്ട് നമ്മൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ എടുത്ത് അത് തന്നെ നമ്മൾ റിപ്പയറൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കാനാണ്. നമുക്ക് എന്തായാലും ഇനി മോർണിംഗിലാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും നേരെ മോർണിംഗ് ആയിട്ട് കാണാം. ഏതാണ്ട് ഓൾമോസ്റ്റ് 5 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ ഏരിയത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മളെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ സംസാരിക്കാം. അതിന് വേണ്ടി നമ്മുടെ സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കാനും ഉണ്ട്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കാം. ഇനി നമുക്ക് ആ കടേൻ്റെ ഉള്ളിലേക്ക് നേരെ പോവാം ഗൈസ്. ഓക്കെ, ഇതാ ഇവിടെ ഓക്കെ, നമുക്ക് എന്തായാലും ആ കടേൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചേട്ടനോട് പറയാം. ഓക്കെ ചേട്ടാ, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കടയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എനിക്ക് വേണമെങ്കിൽ ചേട്ടാ. അവിടെ ചെറുക്കൊരു കടയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തായാലും കുറേ പൈസയൊക്കെ ആവും ചേട്ടാ. പൈസ ഒന്നും ഒരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും അതൊന്നും എനിക്ക് സീനില്ല. ഞാൻ എന്തായാലും വൈകിട്ടേക്ക് വരാം. അപ്പോൾ തന്നെ ചേട്ടൻ നല്ല സെറ്റാക്കി ഇവിടെ ബാക്കിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ ചേട്ടാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ അതൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ തന്നെ ഒരു കടയിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്ക് നേരെ നമ്മൾ കട ട്രെൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അവിടെ സ്റ്റാഫിനെ ഓൾമോസ്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് ഒരു വണ്ടി മോഷ്ടിക്കണം. എന്ന് വെച്ചാൽ അത്യാവശ്യം ഫുഡൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ് ഗൈസ്. ഞാനിപ്പോൾ എവിടെ പോയിട്ട് അത് മോഷ്ടിക്കണമെന്ന് ആലോചിക്കണം. അത്യാവശ്യം ഇതാണെങ്കിൽ ദേഷ്യം വരുന്ന ഗൈസ്. അതെ, നമ്മൊരു കണ്ടെയ്നർ. ഓക്കെ, ആ വണ്ടി വരും. ഇപ്പോൾ എവിടെയാണ് ഗൈസ് ഒരു കണ്ടെയ്നറുള്ള വണ്ടി നോക്കണം. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആ വണ്ടി തപ്പി കണ്ടുപിടിക്കണം ഗൈസ്. അത് തപ്പി കണ്ടുപിടിച്ചിട്ട് അതിനകത്താണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ ഓൾമോസ്റ്റ്. അല്ലെ പിന്നെ ഇവിടെ റെൻറ്റിന് ഗൈസ്. ഇപ്പോൾ നമുക്ക് നല്ല പൈസേൻ്റെ ചിലവുണ്ട് ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ ഫോളോ ചെയ്താൽ മനസ്സിലാക്കി. ഓക്കെ, നമുക്കത് കാര്യം ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് വൈകുന്നേരത്തേക്കാണ് പറഞ്ഞേക്കണേ അവർ. ഓക്കെ, സീനില്ല. ഓക്കെ സെറ്റ്. നമ്മൾ ആ നൈസിന് ടിക്ക് ഡൗൺ ചെയ്ത് അടിച്ചിട്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യും, വണ്ടി നൈസിന് ഇത് ആക്ച്വലി നമ്മളെ വണ്ടി എല്ലാத்தைയും കൊണ്ട് പെട്ടെന്ന് പോകും ഗൈസ്. അതാണ് മെയിൻ പ്രശ്നം. ഇതിവിടെ ഇടാം, ദെൻ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് ആ മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്യാം. ഓ, പോലീസ് ജസ്റ്റ് മിസ്സിങ് ആണ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി നൈസിന് ഇവിടെ ഇടാം. ശരിക്കും ആക്ച്വലി ഇതിനകത്ത് ഇടാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇത് കൊള്ളൂല ഗൈസ്, ഉറപ്പാണ്. അത് നല്ല ശതമാനം ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാം, നേരെ ആ കടേൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടി ഇടാം ഗൈസ്. ഓക്കെ, ഇതിനകത്ത് ഈ സാധനം കയറ്റിക്കോളുമായിരിക്കും അവർ ഗൈസ്. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതിന് മുന്നേ നമ്മളെ മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് വേണം. ആ പൊട്ടൻ കൂട്ടുകാരനല്ലേ ഗൈസ്, അതിൻ്റെ അവൻ തന്നെ.
അവൻ്റെ അടുത്ത് നമ്മൾ പോകാണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് അങ്ങ് ഇട്ട് വെക്കാം. ഓക്കെ, അവരുടെ അടുത്ത് പാക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു കഴിച്ചത് കുറേ തിരക്കിട്ട പരിപാടികളാണ്. ഓക്കെ, നമ്മൾ വണ്ടി വെച്ചാൽ ഇവിടെ ഇട്ടാൽ ഓക്കെ കണ്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ അടുത്ത് പോകണം. അവനാണ് നമുക്ക് ഇതൊക്കെ സെറ്റായി തന്നെ. പക്ഷേ അവൻ ഇവിടെ എന്ത് ഇത്രമാത്രം ബുദ്ധിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോട്ടെ, ചെക്കൻ വിവരം വെച്ച്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. നേരെ ഓൾമോസ്റ്റ് അവൻ്റെ അടുത്ത് പോകണം കേസ്. ഓക്കെ നമ്മളങ്ങനെ വണ്ടി കയറി നമുക്ക് നേരെ അവൻ്റെ അടുത്ത് എത്തിയിട്ട് ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ ഫൈനലി അവൻ്റെ അടുത്ത് എത്തി കേസ്. ചെയ്യാം. ഓക്കെ, ചെക്കനെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നമ്മൾക്ക് ഇവനായിട്ട് കുറച്ച് പണിയുണ്ട് കേസ്. അവനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കേണ്ട കേസ്. ഇപ്പം നമ്മൾ അവിടെ വെച്ച വണ്ടിയിൽ ഫുൾ സാധനങ്ങൾ സെറ്റാക്കി നമ്മൾ കടയിലേക്ക് പോയിക്കൊണ്ട് വെക്കുകയാണ്. പിന്നെ ഇവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, പൊട്ടൻ എന്തായാലും ബുദ്ധിയുള്ളതിനെ കൊണ്ട് താങ്ക് യു പൊട്ടം, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ കിഡിലും പോലത്തെ സ്റ്റാഫിനെയും പിന്നെ ഒരു കിഡിലും കുക്കറും പോട്ടെ കുക്കിങ്ങിൻ്റെ ആളിനെയാണ് വെച്ചേക്കുന്നത് വയസ്സ്. ഇന്ന് നമ്മൾ പൊളിക്കും. ഈ സിറ്റി തന്നെ മാസ് കടയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ നമുക്ക് എന്തായാലും അതിന് ഓൾമോസ്റ്റ് നമ്മുടെ കടേനെ അങ്ങോട്ട് പോകാം. കട ഇപ്പോൾ ഓൾമോസ്റ്റ് കട തുറന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കടയിൽ ഇനി എന്താവും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയൊന്നും ഒന്നൊരു ഉറപ്പില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കടേനെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഈ കടയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണും. ഇതാണ് നമ്മുടെ ബർഗർ സൂപ്പ് ഗൈസ്. ഈ കടയാണ് നമ്മുടെ കട. ഇവിടെ ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ ഓൾമോസ്റ്റ് കുറേ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മളങ്ങനെ കടയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈ കടേൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കടേനെ ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേസ്. നമുക്കൊന്നുകൂടെ പെയിൻ്റ് അടിക്കാണ്ട് കേസ്. ഓക്കെ, കട ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട്. ഓക്കെ, നമ്മൾ കടേൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഓക്കെ, കസ്റ്റമർ ഇപ്പം 1-2 വന്നു തുടങ്ങി കേട്ടോ. 2 കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റാഫ് എന്ന് വെച്ചാൽ ദാണ്ടേ ഇതാണ് നമ്മുടെ സ്റ്റാഫ് ഗൈസ്. ഓക്കെ, അപ്പോൾ കടയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടോ കടയൊക്കെ സെറ്റല്ലേ? എന്തെങ്കിലും വേണമുണ്ടോ? ഓക്കെ സാർ, അപ്പോൾ കുറച്ച് സാൻഡ്വിച്ചും വേണം, പിന്നെ കുറച്ച് ഹോട്ട് ചീസും കാര്യങ്ങളൊക്കെ വേണം, പിന്നെ കുറച്ച് ഓയിലും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കസ്റ്റമറൊക്കെ ഇച്ചിരിച്ചായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട ലിസ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കസ്റ്റമർ ഓൾമോസ്റ്റ് ഇച്ചിരിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എത്താൻ പൊക്കക്കോളിൽ എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് അതും കൂടി ഒന്ന് നോക്കാണ്ട് ഗൈസ്. എന്തെങ്കിലും കണ്ട് ഇപ്പോൾ ഈവനിങ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ഉള്ളിലേക്ക് ആയിരിക്കും ഈ സംഭവം കാര്യങ്ങളൊക്കെ റെഡി ആവുക. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു സാധനത്തിന് എന്തോ പ്രശ്നമുണ്ട്. നൈസിൻ്റെ മണ്ട ഞാൻ ആദ്യമായിട്ടൊക്കെ ആട്ടെ എൻ്റെ മണ്ടയിൽ കയറുന്നത്. ഓക്കെ സോ നമുക്ക് എന്തായാലും ഇത് നന്നാക്കുന്ന റിപ്പയർ വിളിക്കേണ്ടി വരും. ഓക്കെ ജസ്റ്റ് ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ ഇനി പ്രൈവറ്റായിട്ടൊരു നമുക്ക് ഈ ശരിക്കും ഈ വണ്ടീനെ മതി, ബട്ട് ഒരു ഇതൊക്കെ കൊണ്ടുപോകാനുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട്. അത് ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും സ്വന്തമായിട്ട് മേടിക്കുന്നില്ല, നമുക്ക് ഏകദേശം റെൻറ്റിനും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഇനി ഈ സാധനം കൂടെ എടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൊരു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബ്രോ ടേക്ക് കെയർ.